കഴിഞ്ഞ വീഡിയോയിൽ ഒരു വെർട്ടിക്കൽ പ്ലെയിൻ സർഫസ് ഒരു ലിക്വിഡിൽ സബ്മർജ് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് ആക്ട് ചെയ്യുന്ന ടോട്ടൽ പ്രഷർ, സെൻറ്റർ ഓഫ് പ്രഷർ, ഇതൊക്കെ എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ളതാണ് ഡിസ്കസ് ചെയ്തത്. അപ്പോൾ അതിൻ്റെ ഒരു പ്രോബ്ലമാണ് ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഈ പ്രോബ്ലത്തിൽ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് നോക്കാം. ഒരു ഡാമുണ്ട്. ഈ ഡാമിൻ്റെ ഓപ്പണിംഗ് എന്ന് പറയുന്നത് ഒരു സ്ലൂയിസ് ഗേറ്റ് കൊണ്ട് അടച്ചിരിക്കുകയാണ്. ഈ സ്ലൂയിസ് ഗേറ്റിന് 2 മീറ്റർ വീതിയും 1.2 മീറ്റർ ഹൈറ്റുമുണ്ട്. ഇത് അതിൻ്റെ അപ്സ്ട്രീം സൈഡും ഇത് ഡൗൺ സ്ട്രീം സൈഡുമാണ്. അപ്സ്ട്രീം സൈഡിൽ ഒരു ലിക്വിഡ് ഉണ്ട്. ഈ ലിക്വിഡിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റി എന്ന് പറയുന്നത് 1.45 ആണ്. ഈ ലിക്വിഡിൻ്റെ ഫ്രീ സർഫസ് എന്ന് പറയുന്നത് ഈ സ്ലൂയിസ് ഗേറ്റിൻ്റെ ഏറ്റവും ടോപ്പ് എൻഡിൽ നിന്ന് 1.5 മീറ്റർ വരെ ഉണ്ട് ഇതിൻ്റെ ഫ്രീ സർഫസ്. ഇനി ഇവിടെ എന്ന് പറയുന്നത് വാട്ടറാണ്. ഈ വാട്ടർ ൻ്റെ ഫ്രീ സർഫസ് എന്ന് പറയുന്നത് ഈ സ്ലൂയിസ് ഗേറ്റിൻ്റെ ഏറ്റവും ടോപ്പ് ലെവൽ വരെ ഉണ്ട്. ഇത്രയും ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഈ സ്ലൂയിസ് ഗേറ്റ് ഇവിടെ ഹിഞ്ച് ചെയ്തിരിക്കുന്നതായിട്ട് അസ്യൂം ചെയ്യാനും ക്വസ്റ്റ്യൻ പറയുന്നുണ്ട്. എന്നുവെച്ചാൽ ഈ ഹിഞ്ച് ഉള്ളത് കൊണ്ട് തന്നെ ഇതിങ്ങനെ ഇവിടെ നിന്ന് ഓപ്പൺ ചെയ്യാൻ പറ്റും. ഇനി ഈ ക്വസ്റ്റ്യനിൽ കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെന്ന് പറയുന്നത് ഇതിലോട്ട് അനുഭവപ്പെടുന്ന റിസൾട്ടൻ്റ് ഫോഴ്സ് എത്രയാണെന്ന് കണ്ടുപിടിക്കണം. രണ്ടാമത് ആ റിസൾട്ടൻ്റ് ഫോഴ്സിൻ്റെ സെൻറ്റർ ഓഫ് പ്രഷർ എവിടെയാണെന്ന് കണ്ടുപിടിക്കണം. അതായത് ആ റിസൾട്ടൻ്റ് ഫോഴ്സ് ഇതിൽ ഏതെങ്കിലും ഒരു പോയിന്റിലോട്ട് കോൺസെൻട്രേറ്റ് ചെയ്യും. അതിനെയാണ് അതിൻ്റെ സെൻറ്റർ ഓഫ് പ്രഷർ എന്ന് പറയുന്നത്. മൂന്നാമത് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് ഇത് ഓപ്പൺ ചെയ്യുന്നതിന് വേണ്ടി, ഈ സ്ലൂയിസ് ഗേറ്റ് ഓപ്പൺ ചെയ്യുന്നതിന് വേണ്ടി ഇതിൻ്റെ ടോപ്പ് എൻഡിൽ എത്രത്തോളം ഫോഴ്സ് കൊടുക്കണം, ഹൊറിസോണ്ടലായിട്ട് ഇവിടെ കൊടുക്കുന്ന ഫോഴ്സ് എത്രയാണെന്ന് കണ്ടുപിടിക്കണം. ഇത്രയും കാര്യങ്ങളാണ് ഈ ക്വസ്റ്റ്യനിൽ കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. ഇതിൽ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ്റെ ഉത്തരം എന്താണെന്ന് നോക്കാം. അതായത് റിസൾട്ടൻ്റ് ഫോഴ്സ് എത്രയാണ് എന്നുള്ളത് കണ്ടുപിടിക്കാം. അപ്പോൾ അതിന് ആദ്യം F1 കണ്ടുപിടിക്കണം. F1 എന്ന് പറയുന്നത് ഈ അപ്സ്ട്രീം സൈഡിലെ ലിക്വിഡ് ഇതിലോട്ട് അനുഭവപ്പെടുത്തിക്കുന്ന ഫോഴ്സാണ്. അപ്പോൾ ഈ F1ന് നമുക്കൊരു ഇക്വേഷൻ എന്ന് പറയുന്നത് ρ1 × G × A × H1 ബാറാണ്. ഈ ഇക്വേഷൻ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡിറൈവ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ആദ്യം ρ1 നോക്കാം. ആദ്യത്തേത് ρ1 എന്ന് പറയുന്നത് ഇവിടെ ഉള്ള ലിക്വിഡിൻ്റെ ഡെൻസിറ്റിയാണ്. അപ്പോൾ ഇവിടെയുള്ള ലിക്വിഡിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റി നമുക്ക് ക്വസ്റ്റ്യനിൽ 1.45 എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടുത്തെ ലിക്വിഡിൻ്റെ ഡെൻസിറ്റി ρ1 എന്ന് പറയുന്നത് 1.45നെ 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ 1450 kg/m³ എന്ന് കിട്ടും അവിടുത്തെ ഡെൻസിറ്റി. ഇനി രണ്ടാമത്തെ ഇക്വേഷനിൽ G വേണം. G നമുക്കറിയാം 9.81 ആണ്. ഇനി ഏരിയ വേണം. ഏരിയ എന്ന് പറയുന്നത് ഇതൊരു സ്ലൂയിസ് ഗേറ്റാണ്. ഈ സ്ലൂയിസ് ഗേറ്റിൻ്റെ ഇതൊരു റെക്റ്റാങ്കുലർ ഷേപ്പ് ആയതുകൊണ്ട് നീളം ഗുണം വീതിയാണ് ഇവിടുത്തെ ഏരിയ. ഇതിൻ്റെ ഹൈറ്റ് 1.2ഉം വീതി എന്ന് പറയുന്നത് 2ഉമാണ്. അപ്പോൾ അതിൻ്റെ ഏരിയ എന്ന് പറയുന്നത് 2 × 1.2 2.4 മീറ്റർ സ്ക്വയർ എന്ന് കിട്ടും. ഇനി ഇതിൽ നമുക്ക് വേണ്ടത് H1 ബാറാണ്. അപ്പോൾ H1 ബാർ എന്ന് പറയുന്നത് ഇവിടുത്തെ ഫ്രീ സർഫസിൽ നിന്നും ഈ സ്ലൂയിസ് ഗേറ്റിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി വരെയുള്ള ഡിസ്റ്റൻസാണ്. അപ്പം ഇതിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി എന്ന് പറയുന്നത് ഇത്ര വരെയുള്ള ഹൈറ്റ് 1.2 ആണ്. ഈ 1.2ൻ്റെ പകുതിയാണ്. അപ്പോൾ 1.2ൻ്റെ പകുതി പ്ലസ് 1.5 അതാണ് H1 ബാർ എന്ന് പറയുന്നത്. അപ്പം 1.5 പ്ലസ് 1.2/2 2.1 മീറ്റർ എന്ന് പറയുന്നതാണ് ഇവിടുത്തെ H1 ബാർ. ഇനി നമുക്ക് F1 കണ്ടുപിടിക്കാം. ഈ ഇക്വേഷനിലുള്ള എല്ലാം കിട്ടി. അപ്പോൾ ρ1 1450, G 9.81, ഏരിയ എന്ന് പറയുന്നത് 2.4, H1 ബാർ എന്ന് പറയുന്നത് 2.1. അപ്പം നമുക്ക് 71,691 ന്യൂട്ടൺ എന്ന് F1 കിട്ടും. ഇനി ഇതേപോലെ നമുക്ക് F2 കണ്ടുപിടിക്കണം. F2 എന്ന് പറയുന്നത് വാട്ടർ ഈ സ്ലൂയിസ് ഗേറ്റിലോട്ട് അനുഭവിപ്പിക്കുന്ന പ്രഷറാണ്. അപ്പോൾ ഇതേപോലെ തന്നെയാണ് F2 കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഇതിലൊരു വ്യത്യാസം എന്ന് പറയുന്നത് H2 ബാറിലാണ് വ്യത്യാസം വരുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ρ1 G × A H1 ബാർ എടുക്കുമ്പോൾ ഇവിടെ H2 ബാർ എടുക്കും. H2 ബാർ എന്ന് പറയുന്നത് ഈ 1.2ൻ്റെ പകുതിയാണ് വരുന്നത്. അതായത് ഈ ഫ്രീ സർഫസിൽ നിന്നും ഇതിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി വരെയുള്ള ഡിസ്റ്റൻസ്. അപ്പോൾ 1.2ൻ്റെ പകുതി വരും. അപ്പോൾ നമ്മൾ F2 ഇക്വേഷനിൽ കൊടുക്കുമ്പോൾ 1000 × 9.81 × 2.4 × 0.6 കൊടുക്കും. അപ്പോൾ 14126 ന്യൂട്ടൺ എന്ന് പറയുന്നത് F2 കിട്ടും. അപ്പോൾ നമുക്ക് F1 ആയി F2 ആയി.
ഇതിൻ്റെ റിസൾട്ടൻ്റ് ഫോഴ്സ് എന്ന് പറയുന്നത് F1 മൈനസ് F2 ആണ്. F1ൽ നിന്ന് F2 കുറയ്ക്കുമ്പോൾ നമുക്കിതിൻ്റെ റിസൾട്ടൻ്റ് ഫോഴ്സ് കിട്ടും. അപ്പോൾ F1 മൈനസ് F2 71,691 മൈനസ് 14,126 57,565 ന്യൂട്ടൺ എന്ന് പറയുന്നതാണ് ഇതിൻ്റെ റിസൾട്ടൻ്റ് ഫോഴ്സ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ്റെ ഉത്തരം നോക്കാം. അതായത് സെൻറ്റർ ഓഫ് പ്രഷർ കണ്ടുപിടിക്കാനാണ്, റിസൾട്ടൻ്റ് ഫോഴ്സിൻ്റെ സെൻറ്റർ ഓഫ് പ്രഷർ കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുന്നത്. ഇവിടെ നമുക്ക് F1 കിട്ടി, F2 കിട്ടി, അതിൻ്റെ റിസൾട്ടൻ്റ് ഫോഴ്സ് കിട്ടി. പക്ഷേ ഈ F1 ഈ ഒരു സ്ലൂയിസ് വാൽവിൽ എവിടെയാണ് ആക്ട് ചെയ്യണതെന്ന് നമുക്കറിയത്തില്ല. അപ്പോൾ അത് നമുക്ക് കണ്ടുപിടിക്കണം. അതായത് ഈ ലിക്വിഡിൻ്റെ സർഫസിൽ നിന്നും എത്ര ഡിസ്റ്റൻസ് താഴെയായിട്ടാണ് ഈ F1 ആക്ട് ചെയ്യുന്നത് എന്ന് നമുക്ക് കണ്ടുപിടിക്കണം. ആ ഒരു ഹൈറ്റിനെ നമ്മൾ H1 സ്റ്റാർ എന്നെടുത്തു. ഇനി H1 സ്റ്റാർ കണ്ടുപിടിക്കുന്നതിനൊരു ഇക്വേഷൻ ഉണ്ട്. ഇത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തതാണ്. അതിൻ്റെ ഇക്വേഷനാണ് IG ഡിവൈഡഡ് ബൈ AH1 ബാർ പ്ലസ് H1 ബാർ. ഇതിൽ IG എന്ന് പറയുന്നത് മൊമെൻ്റ് ഓഫ് ഇനേർഷ്യയാണ്. അപ്പോൾ ഇവിടെ ഒരു റെക്റ്റാങ്കുലർ ഷേപ്പ് ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യയുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് BD³/12. അപ്പോൾ ഇവിടുത്തെ വീതി 2 ഇൻറ്റു ഇതിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 1.2 1.2ൻ്റെ ക്യൂബ് ഡിവൈഡ് ബൈ 12. അപ്പോൾ നമുക്ക് 0.288 മീറ്റർ റൈസ് ടു 4 എന്ന് കിട്ടും. അപ്പോൾ H1 ബാറിൻ്റെ നമുക്ക് IG കിട്ടി 0.288. ഏരിയ നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചു, ഈ സ്ലൂയിസ് ഗേറ്റിൻ്റെ ഏരിയ 2.4. ഇതിൻ്റെ H1 ബാർ നമുക്ക് കണ്ടുപിടിച്ചു 2.1 പ്ലസ് 2.1. ഇത് നമുക്ക് ചെയ്യുമ്പോൾ ഉത്തരം 2.1571 മീറ്റർ എന്ന് കിട്ടും. അപ്പോൾ H1 ബാർ കിട്ടി. അതുപോലെ നമുക്ക് H2 ബാർ കണ്ടുപിടിക്കണം. അതായത് ഈ F2 എന്ന് പറയുന്ന ഫോഴ്സ് ഫ്രീ സർഫസിൽ നിന്ന് എത്ര ഹൈറ്റിലാണ് ആക്ട് ചെയ്യുന്നത്, അത് നമ്മൾ H2 സ്റ്റാർ എന്ന് പറഞ്ഞ് എടുക്കും. അതുപോലെ അതിനു മുമ്പ് നമുക്ക് ഈ F1 എന്ന് പറയുന്നത് ഫ്രീ സർഫസിൽ നിന്നും ഇത്ര ഹൈറ്റ് മാറിയിട്ടാണ് എന്നുള്ളത് കിട്ടി. അതായത് 2.1571 മീറ്റർ മാറിയിട്ടാണ് ഈ F1 എന്ന് പറയുന്നത് ആക്ട് ചെയ്യുന്നത്. ഇനി ഹിഞ്ചിൽ നിന്ന് എത്ര ഡിസ്റ്റൻസ് മാറിയിട്ടാണ് ഈ F1 ആക്ട് ചെയ്യുന്നത് എന്നുള്ളത് എങ്ങനെ കണ്ടുപിടിക്കും? ഈ ടോട്ടൽ ഹൈറ്റിൽ നിന്ന് ഇതുവരെയുള്ള ഹൈറ്റ് കുറയ്ക്കുമ്പോൾ ഹിഞ്ചിൽ നിന്നുള്ള ദൂരം കിട്ടും. അപ്പോൾ ഹിഞ്ചിൽ നിന്നുള്ള ദൂരം കണ്ടുപിടിക്കാൻ വേണ്ടി ഇതെന്ന് പറയുന്നത് ടോട്ടൽ ഹൈറ്റ് 2.7 ആണ്. അതിൽ നിന്ന് നമുക്ക് കിട്ടിയ H1 സ്റ്റാർ കുറയ്ക്കുക. അപ്പോൾ 2.7 മൈനസ് H1 സ്റ്റാർ 2.157 ആണ്. അപ്പോൾ 0.5429 മീറ്റർ എന്ന് കിട്ടും. അപ്പോൾ ഹിഞ്ചിൽ നിന്ന് F1 ആക്ട് ചെയ്യുന്ന ഡിസ്റ്റൻസ് നമുക്ക് കിട്ടി. ഇനി ഇതുപോലെ തന്നെ നമുക്ക് F2 കണ്ടുപിടിക്കാം. F2ൻ്റെത് H2 സ്റ്റാർ എന്ന് പറഞ്ഞെടുക്കും. അപ്പോൾ IG ഡിവൈഡഡ് ബൈ AH2 ബാർ പ്ലസ് H2 ബാർ. IG നമുക്ക് കിട്ടി 2.8 2.4 ഇൻറ്റു H2 ബാർ എന്ന് പറയുന്നത് ഇതിൻ്റെ ഹൈറ്റാണ്. നേരത്തെ നമുക്ക് കിട്ടി 0.6 ആണ് ഇതിൻ്റെ. അപ്പോൾ 0.8 മീറ്റർ എന്ന് H2 ബാർ കിട്ടും. ഇനി F2 ഹിഞ്ചിൽ നിന്ന് എത്ര ദൂരത്തിലാണ് ആക്ട് ചെയ്യുന്നത്? അപ്പോൾ ഇതിൻ്റെ ഫ്രീ സർഫസിൽ നിന്ന് F2 വരെയുള്ള ഡിസ്റ്റൻസ് H2 ബാറാണ്. അപ്പോൾ ഹിഞ്ചിൽ നിന്ന് F2 എത്ര ദൂരം മാറിയാണെന്നുള്ളത് കണ്ടുപിടിക്കുന്നത് ഈ ടോട്ടൽ ഹൈറ്റിൽ നിന്ന് ഈ H2 ബാർ കുറച്ചാൽ മതി. ടോട്ടൽ ഹൈറ്റ് 1.2 ആണ്. അപ്പോൾ 1.2 മൈനസ് 0.8 0.4 മീറ്റർ എന്ന് കിട്ടും. ഇനി നമുക്ക് വേണ്ടത് റിസൾട്ടൻ്റ് ഫോഴ്സ് എത്ര ദൂരത്തിലാണ് ആക്ട് ചെയ്യുന്നത്, ഹിഞ്ചിൽ നിന്ന് എത്ര ദൂരത്തിലാണ് ആക്ട് ചെയ്യുന്നത് എന്നുള്ളതാണ് നമുക്കടുത്ത് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്നതെന്ന് വെച്ചാൽ റിസൾട്ടൻ്റ് ഇതിനകത്ത് F1 എത്ര ദൂരത്തിൽ ആക്ട് ചെയ്യുന്നു F2 എത്ര ദൂരത്തിൽ ആക്ട് ചെയ്യുന്നു കിട്ടി. ഇനി ഇതിൻ്റെ റിസൾട്ടൻ്റ് ഫോഴ്സ് F എത്ര ദൂരത്തിൽ ആക്ട് ചെയ്യുന്നു എന്ന് നമുക്ക് അറിഞ്ഞൂടാ. ഇവിടെ നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ Fൻ്റെ മൊമെൻ്റ് ഹിഞ്ചിന് വെച്ച് എടുക്കും. ആ ഹിഞ്ചിന് റെസ്പെക്റ്റീവ് ആയിട്ട് Fന് എടുക്കുന്ന മൊമെൻ്റ് എന്ന് പറയുന്നത് F എന്ന് ഉദ്ദേശിച്ചത് റിസൾട്ടൻ്റ് ഫോഴ്സാണ്. അതെന്ന് പറയുന്നത് ഈ F1ൻ്റെയും F2ൻ്റെയും മൊമെൻറ്റിൻ്റെ സമ്മിന് ഈക്വൽ ആയിരിക്കും എന്നുള്ള കൺസെപ്റ്റിലാണ് എടുക്കുന്നത്. അപ്പോൾ റിസൾട്ടൻ്റ് ഫോഴ്സ് എന്ന് പറയുന്നത് 57,565. അത് ഹിഞ്ചിൽ നിന്ന് എത്ര ദൂരത്തിൽ ആക്ട് ചെയ്യുന്നു, എത്ര ദൂരം ഉണ്ടെന്ന് അറിഞ്ഞുണ്ട്. അതിനെക്കൊണ്ട് നമ്മൾ വെറുതെ അതിനെ എക്സ് എന്നെടുത്തു. ഇനി F1 ഇൻറ്റു ഹിഞ്ച് വരെയുള്ള ദൂരം എടുക്കുമ്പോൾ F1ൻ്റെ മൊമെൻറ്റ് കിട്ടും. അപ്പോൾ F1 എന്ന് പറയുന്നത് 71,691. ഇനി ഹിഞ്ച് വരെയുള്ള ദൂരം 0.5429 ഹിഞ്ചിൽ നിന്ന് F1ൻ്റെ ദൂരം. ഇനി രണ്ടാമത്
F2ൻ്റെ മൊമെൻ്റ് എടുക്കും. അത് ഇപ്പുറത്തോട്ട് ആക്ട് ചെയ്യുന്നുണ്ട്, അത് മൈനസ് ആയിട്ടാണ് എടുക്കുന്നത്. 14,126 × 0.4. അപ്പോൾ ഇതിന് നമുക്ക് എക്സ് ആണ് വേണ്ടത്. അപ്പോൾ ഈ ഫോഴ്സ് ഇതിൻ്റെ താഴോട്ട് വരും, ഡിവൈഡ് ചെയ്യും ഇതിനെ കൊണ്ടുവന്ന്. അപ്പോൾ നമുക്ക് കിട്ടുന്നത് 0.578 മീറ്റർ എബോവ് ഹിഞ്ച്. അപ്പോൾ റിസൾട്ടൻ്റ് ഫോഴ്സ് ഹിഞ്ചിൽ നിന്നും 0.578 മീറ്റർ മുകളിലോട്ടായിരിക്കും ആക്ട് ചെയ്യുന്നത് എന്ന് കിട്ടും. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ നോക്കാം. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ്റെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഈ സ്ലൂയിസ് ഗേറ്റ് ഓപ്പൺ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇതിൻ്റെ ടോപ്പിൽ എത്രത്തോളം ഫോഴ്സ് കൊടുക്കണം എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ആ ഒരു ഫോഴ്സിന്, ഇവിടെ ആക്ട് ചെയ്യുന്ന ആ ഒരു ഫോഴ്സിന് നമുക്ക് എഫ് എന്നെടുക്കാം. എഫ് എന്നാണ് ആ ഫോഴ്സ് എന്ന് നമുക്ക് എടുക്കാം. ഇങ്ങനെ ആക്ട് ചെയ്യുന്ന ആ ഫോഴ്സാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഇത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഈ എഫിൻ്റെയും F1ൻ്റെയും F2നും ഹിഞ്ചിന് വിത്ത് റെസ്പെക്റ്റ് ആയിട്ട് മൊമെൻ്റ് എടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. കാരണം ഇത് ഇങ്ങനെ തുറക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു മൊമെൻ്റാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ എഫ് ഇൻറ്റു ഈ ഹിഞ്ച് വരെയുള്ള ദൂരം. അപ്പോൾ എഫ് ഇൻറ്റു ഹിഞ്ച് വരെയുള്ള ദൂരം 1.2 മീറ്റർ. അപ്പോൾ നമ്മൾ എഫ് ഇൻറ്റു 1.2. ഇനി എഫിൻ്റെ അതേ ഡയറക്ഷനിൽ തന്നെയാണ് F2 ആക്ട് ചെയ്യണത്. F2 ഇൻറ്റു ഹിഞ്ച് വരെയുള്ള ദൂരം. F2 നമുക്കറിയാം F2 ഇൻറ്റു 0.4. 0.4 എന്ന് പറയുന്നത് ഹിഞ്ചിൽ നിന്ന് F2 വരെയുള്ള ദൂരമാണ് 0.4. ഈക്വൽ ടു F1 ഇൻറ്റു 0.5429. കാരണം ഇത് രണ്ടും ഒരേ ഡയറക്ഷനിലാണ്, മറ്റേത് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് വരുന്നത്. അപ്പോൾ അതിന് നെഗറ്റീവ് സൈൻ വരും. അപ്പോൾ F1 ഇൻറ്റു 0.5429. ഇനി ഈ ഇക്വേഷനിൽ എഫ് കണ്ടുപിടിക്കാൻ വേണ്ടി ഇതിനെ നമ്മൾ ഇപ്പുറത്ത് കൊണ്ടുപോയി. അപ്പോൾ F1 ഇൻറ്റു 0.5429 ഇത് അപ്പുറത്ത് പോയപ്പോൾ മൈനസ് ആയി. F2 ഇൻറ്റു 0.4, ഈ 1.2 താഴെ ഡിവൈഡ് ആയിട്ട് വന്നു. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ നമ്മൾ ചെയ്തു വരുമ്പോൾ ഫോഴ്സ് 27,725.5 ന്യൂട്ടൺ എന്ന് കിട്ടും. ഇതാണ് ഈ സ്ലൂയിസ് ഗേറ്റ് ഓപ്പൺ ചെയ്യാനുള്ള ഫോഴ്സ്. അപ്പോൾ നമുക്ക് 3 ക്വസ്റ്റ്യൻ്റെ ആൻസറായി.